ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വിശ്വാസത്തിൽ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ വിശ്വാസത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. എന്നാൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്, അനേകർക്കും പറയാനുള്ള കാര്യമുണ്ട്. ഞാൻ വിശ്വാസത്തിൽ പരിശ്രമിച്ചു, വിശ്വാസത്തിൽ ഞാൻ പല കാര്യങ്ങൾ ചെയ്തു, പക്ഷെ എനിക്കത് പൂർണ്ണ വിജയത്തിലേക്കോ ഒരു നല്ല വിജയത്തിലേക്കോ നല്ലൊരു നേട്ടത്തിലേക്കോ എനിക്ക് എത്തുവാൻ കഴിഞ്ഞില്ല. പലപ്പോഴും പരാജയങ്ങളാണ് ഞാൻ നേരിട്ടിട്ടുള്ളത്. ഇതേ സെയിം പ്രശ്നം ശിഷ്യന്മാര് നേരിട്ടിട്ടുണ്ട്. യേശുവിൻ്റെ അടുക്കലായിരുന്നപ്പോൾ കർത്താവിൻ്റെ ഈ പ്രവർത്തികളെല്ലാം കണ്ടിട്ട് ശിഷ്യന്മാര് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, ഇതൊക്കെ വിശ്വാസത്തിൽ സംഭവിക്കും, വിശ്വസിക്കുന്നവരാലെല്ലാം സാധിക്കും. ഈ വാർത്ത കേട്ടിട്ടാണ് ശിഷ്യന്മാര് തങ്ങളുടെ മിഷൻ ദൗത്യവുമായി ഇറങ്ങി പുറപ്പെട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ ഇവർ ശ്രമിച്ചു. പക്ഷേ അതെല്ലാം പൂർത്തീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ അവർ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് കഴിഞ്ഞില്ല? ഉടനെ കർത്താവ് അവരോട് മറുപടി പറയുന്നത് എങ്ങനെയാണ്, നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് കഴിയാതിരുന്നത്. ഉടനെ കർത്താവിൻ്റെ അടുക്കൽ നിന്ന് അവര് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ കർത്താവ് അവരോട് പറയുകയാണ്, അതിൻ്റെ ആവശ്യമില്ല. കടുകുമണി പോലെ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ സാധിക്കും. കടുകുമണിയോളമല്ല, കടുകുമണി പോലെയെങ്കിലും ചെറിയ വിശ്വാസമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ സാധിക്കും. കർത്താവ് മർക്കോസിന്റെ സുവിശേഷം 11:23-24 പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ സംഭവിക്കുമെന്നാണ്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ, ഈ സംശയം എന്ന് പറയുന്ന ഭയമാണ് വാസ്തവത്തിൽ. ഒട്ടും ലെവലേശം ഭയമില്ലാതെ ഒരു കാര്യം നിങ്ങൾ പറയാൻ കഴിയുമെങ്കിൽ അത് സാധിക്കുമെന്ന് യേശുവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ വിശ്വാസത്തിന്റെ ഒരു വലിയ ചരിത്രം, വിശ്വാസത്തിന്റെ ഒരു വലിയ തത്വം എന്താന്ന് ചോദിച്ചാൽ, സംശയവും ഭയവും ഒന്നും ഇല്ലാത്ത ഒരു വിശ്വാസത, അതായത് പൂർണ്ണമായിരിക്കുന്ന ഒരു വിശ്വാസമാണ് നമുക്ക് ആവശ്യം. ഇത് എപ്രകാരമാണ് നമുക്ക് കർത്താവ് ആഗ്രഹിച്ച, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ ആ ഒരു വിശ്വാസം നമ്മളിൽ എങ്ങനെയാണ് ഉരുവാകുന്നത്, അത് എപ്രകാരമാണ് എന്ന് നമ്മൾ തിരുവചനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. പൂർണ്ണ ആശ്രയബോധത്തോടുകൂടെ, പൂർണ്ണ സമർപ്പണത്തോടുകൂടെ, പൂർണ്ണമായി അതിൽ അർപ്പിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും അതിനുവേണ്ടി നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ശരിയായ വിശ്വാസത്തിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. ഈ സംശയമാണ് പലപ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കുകയും നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മളെ മാറ്റുകയും ചെയ്യുന്നത്. ഈ സംശയമുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം പ്രാർത്ഥിക്കുന്ന ഒരാൾ, ദൈവമേ എനിക്ക് എന്നെ സഹായിക്കണം, ഞാൻ ഒരു വലിയ പ്രതിസന്ധിയിലായിരിക്കും, എന്നെ രക്ഷിക്കണം, എനിക്ക് നാളെ ഒരു ആവശ്യമുണ്ട്. പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റു വഴികളും തേടും. അഥവാ ഈ പ്രാർത്ഥന നടക്കുമെന്നുള്ളത് ഒരു 10% പ്രതീക്ഷിക്കുന്നത്, ഉറപ്പില്ല. ബാക്കിയുള്ള അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ വിശ്വസിച്ചുകൊണ്ടൊന്നും അല്ല പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുന്നു, കിട്ടിയില്ലെങ്കിൽ അടുത്ത വഴി തേടണം. ഈ വിശ്വാസങ്ങളൊക്കെ ഭയത്തിൽ നിന്നുണ്ടാകുന്ന വിശ്വാസങ്ങളാണ്. ഇത് ഭയമാണ് വാസ്തവത്തിൽ, അതൊരു വിശ്വാസമാണെന്ന് പറയാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ശരിയായി നമുക്ക് കാര്യങ്ങൾ നടക്കുന്ന ഒരു വിശ്വാസം എപ്രകാരമാണെന്ന് ചോദിച്ചാൽ, ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചോ, അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചു, അതില്ലാതെ നമുക്ക് പിന്മാറാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു തലമുണ്ട്. എന്തു വന്നാലും എങ്ങനെയായാലും അത് കിട്ടിയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ശരിയായിട്ട് ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടെന്നുള്ള ബോധ്യം നമുക്ക് തന്നെ മനസ്സിലാകത്തുള്ളൂ. ബാക്കിയെല്ലാം കേവലം ഒരു ആശംസകളാണ്, വിശ്വസുകളാണ്. എനിക്കൊരു നല്ല കാറുണ്ടായിരുന്നത് നല്ലതായിരുന്നു, ഒരു വീടുണ്ടായിരുന്നത് നല്ലതായിരുന്നു, കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, എനിക്കൊരാഗ്രഹമുണ്ട്, അത് കിട്ടിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാൽ ശരിയായിട്ടുള്ളൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി തന്നെ നിൽക്കുക, അതിനുവേണ്ടി തന്നെ ജീവിക്കുക, അതിനുവേണ്ടി തന്നെ. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്,
അത് വിശ്വാസവുമായിട്ട് വളരെ കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പൗലോസ് പറയുന്നത്. പൗലോസ് പറയുന്നത് എന്താണ്? ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുന്നിലുള്ളതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഞാൻ ആഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഐ പ്രസ് ടുവേഴ്സ് മൈ ഗോൾ. ഞാൻ മുന്നിലുള്ളതിലേക്ക് ആഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് എൻ്റെ ലക്ഷ്യം മുൻപിലുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഞാനിങ്ങനെ ഓരോ ദിവസവും ഞാനിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയതെല്ലാം ഞാൻ മറക്കുന്നു. ഇതാണ് ശരിയായ ഒരു വിശ്വാസത്തിന്റെ ഫോം എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാത്ത ഒരാൾക്ക് ഇത് നടന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കണം, ഇത് നടന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് കരുതണം. ഈ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ വിശ്വാസം പൂർണ്ണതയുള്ളതല്ല. നമുക്ക് വിശ്വാസമേ ഇല്ല കാര്യത്തിൽ. ലോട്ടറി എടുക്കുന്ന പോലെ ഉള്ളൂ, അടിച്ചാൽ അടിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. പലരുടെയും വിശ്വാസം ലോട്ടറി വിശ്വാസമാണ്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ഒരു ലോട്ടറി അടിച്ചില്ലെന്നും പറഞ്ഞ് ആരും ഒന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ലോട്ടറി അടിക്കുമെന്ന് അതൊരു ചാൻസ് മാത്രമാണ്, കിട്ടിയാൽ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെയാണ് വിശ്വാസവും. ഇങ്ങനെയുള്ള വിശ്വാസമാണ് ഒരിക്കലും നടക്കത്തില്ല, അല്ലെങ്കിൽ അവർക്ക് ആ വിശ്വാസം കൊണ്ടൊരു പ്രയോജനമില്ല. എന്നാൽ മറ്റു പലരുണ്ട്, അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവര് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഒരു കാര്യം ലക്ഷ്യം കണ്ടു, അല്ലെങ്കിൽ ഒരു കാര്യം അവർ നേടണം, അത് ജീവിതത്തിൽ അത് ഉണ്ടാക്കണമെന്ന് അവര് തീരുമാനിച്ചെങ്കിൽ പിന്നെ അതിനുവേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. രാവും പകലും അതിനുവേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്. പൗലോസ് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന്, മരിക്കുന്നെങ്കിലും ക്രിസ്തുവിന്. എന്റെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി അർപ്പിച്ചിരിക്കുകയാണ് പൗലോസ്. താൻ പറയാം, എന്റെ ജീവിതം മുഴുവനും ഊണിലും ഉറക്കത്തിലും എല്ലാം പൗലോസ് തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മിഷൻ പൂർത്തീകരിക്കുന്നതിലുള്ള അതീവ ജാഗ്രതയിലാണ് തന്റെ ഓട്ടങ്ങളും യാത്രകളും. ഓരോ അവസരങ്ങളും താൻ കണ്ടതായിരിക്കുന്ന ആ വലിയ വെളിപ്പാട്, ആ വലിയ ദർശനം, ആ വലിയ ബോധ്യം, ആ വലിയ സത്യം മറ്റുള്ളവരുടെ ഇടയിൽ പങ്കുവയ്ക്കുകയും അറിയിക്കുകയും എന്നുള്ളതാണ് ഊണിലും ഉറക്കത്തിലും പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസം പ്രവർത്തനരഹിതമായി നമുക്ക് ഫലം തരുന്നത്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങളുടെ വിശ്വാസം എവിടെയാണ് നിൽക്കുന്നത്? കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള വിശ്വാസമാണ്. അത് പൂർണ്ണമല്ല. അതിന് വിശ്വാസമില്ലായ്മ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സംശയമുണ്ടെന്നാണ് പറയുന്നത്. അതല്ല നിങ്ങളുടെ വിശ്വാസം. അറ്റ് എനി കോസ്റ്റ്, എന്ത് തന്നെ വന്നാലും എന്തായാലും വേണ്ടില്ല, എനിക്കത് കിട്ടിയേ പറ്റത്തുള്ളൂ. അത് കിട്ടുന്നത് വരെ ഞാൻ അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കും, അതിനുവേണ്ടി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, അതിനുവേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, അതിനുവേണ്ടി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും, അതിനുവേണ്ടി ഞാൻ എല്ലാം അർപ്പിച്ച് അതിനുവേണ്ടി തന്നെയായിരിക്കും. ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് നമ്മുടെ വിശ്വാസം നമുക്ക് ഫലം തരാൻ തുടങ്ങുന്നത്. അത് ബിസിനസ് ആയിക്കോട്ടെ, ഉയർച്ച ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് അത് നേടിയെടുക്കുന്നത് വരെ അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് ഓരോ നിമിഷവും ആഞ്ഞുകൊണ്ടിരിക്കാമെങ്കിൽ ഒരു ദിവസം നിങ്ങൾ അതിൻ്റെ മേൽ വലിയ വിജയങ്ങളെ കൊയ്യുവാനിടയായിത്തീരും. അപ്പൊ വിശ്വാസം ചിലരുടേത് പ്രവർത്തിക്കുന്നില്ല എന്നതിന്റെ കാരണം ഇതാണ്. അതൊരു ആശംസയാണ് അവർക്ക്. അതൊരു ലോട്ടറി പോലത്തെ ഒരു സംഭവമാണ്. ഞാൻ ആഗ്രഹിച്ചു, എനിക്കത് വേണം, കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ മറ്റു ചിലരുടേത് അങ്ങനല്ല. അവരതിനു വേണ്ടി തീരുമാനിച്ചു, അത് നേടി അവരടങ്ങത്തുള്ളൂ. അതിനുവേണ്ടി അവർ പ്രാർത്ഥിക്കും, ദൈവ വഴി അന്വേഷിക്കും, അവര് അതിനുവേണ്ടി ഊണിലും ഉറക്കത്തിലും അതിനെപ്പറ്റി ചിന്തിക്കും, ധ്യാനിക്കും, അതിൽ സ്വപ്നം കണ്ട് ജീവിക്കും, ദൈവത്തിന് നന്ദി അർപ്പിക്കും, അതിനുവേണ്ടി അവർ പഠിക്കും. എല്ലാ കാര്യവും അതിലേക്ക് അവര് ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ വിശ്വാസം വളർന്ന് ഒരു വലിയ ശക്തിയായി അതെന്താണോ ഉദ്ദേശിച്ച് അത് സാധ്യമായി മാറുവാനിടയായിത്തീരും. അതുകൊണ്ട് നമുക്കങ്ങനെ സാധ്യമാക്കുന്ന വിശ്വാസം ആർജിച്ചെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ഒരു വിശ്വാസം വളർത്തി നമുക്ക് വലിയ നേട്ടങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ആർജിച്ചെടുക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതം വലിയൊരു ഫലമുള്ളതായി മാറുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അങ്ങനെ ഒരു വിശ്വാസം വളർത്താൻ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇടയായി തീരട്ടെ. ഈ വിഷയത്തിന്റെ മേൽ കൂടുതൽ പഠനങ്ങൾ നമ്മുടെ ബൈബിൾ ക്ലാസ്സിൽ നടക്കുന്നുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ.